ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായത്. മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. അബേസിയസ്, മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവയാണ്: മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. അബേസിയസ്, മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ആദ്യം ആറ്റിങ്ങൽ കലാപം, രണ്ടാമത് കുളച്ചൽ യുദ്ധം, മൂന്നാമത് തൃപ്പടിദാനം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. 2. നിഴൽ താങ്കലുകൾ വൈകുണ്ഠസ്വാമികൾ. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡിയാണ് നിഴൽ താങ്കലുകൾ വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ ഡി രണ്ടാമത്തേത് മാത്രമാണ് ശരി. ചുവടെ തന്നിരിക്കുന്നവയിൽ നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തത് ഏത്? ഇൽബർട്ട് ബിൽ വിവാദം. ചുവടെ തന്നിരിക്കുന്നവയിൽ നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തത് ഇൽബർട്ട് ബിൽ വിവാദമാണ്. നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടവയാണ് ചൗരി ചൗര സംഭവം, വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശനം, ഖിലാഫത്ത് പ്രസ്ഥാനം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു. EV രാമസ്വാമി നായ്ക്കർ സമരത്തെ പിന്തുണച്ചു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്: സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം, മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു, EV രാമസ്വാമി നായ്ക്കർ സമരത്തെ പിന്തുണച്ചു. ഉത്തര ധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തിൽ ഈ മേഖല നിർണായകമാണ്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഗ്രീൻലാൻഡ്. ഉത്തര ധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തിന് ഈ മേഖല നിർണായകമാണ്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഗ്രീൻലാൻഡ്. വിവിധ തരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1, 2 എന്നിവ മാത്രം. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. വിവിധതരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവയാണ്: പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞ് പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ സമുദ്രജല പ്രവാഹങ്ങളും അവ കാണപ്പെടുന്ന സമുദ്രങ്ങളും ശരിയായി യോജിപ്പിക്കുക. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഒന്നാമത് അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. കുർഷിയോ പ്രവാഹം പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത് ലാബ്രഡോർ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത് ഹംബോൾട്ട് പ്രവാഹം ആർട്ടിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു.
ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ സമുദ്രജല പ്രവാഹങ്ങളും അവ കാണപ്പെടുന്ന സമുദ്രങ്ങളും ശരിയായി യോജിപ്പിക്കുക. അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. കുറോഷിയോ പ്രവാഹം പസഫിക് സമുദ്രം. ലാബ്രഡോർ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രം. ഹംബോൾട്ട് പ്രവാഹം ആർട്ടിക് സമുദ്രം. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1ഉം 3ഉം മാത്രമാണ് ശരി. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ചു കടന്നു പോകുന്നു. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിലുള്ള ശരിയായ പ്രസ്താവനകളാണ് പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടന്നു പോകുന്നു. വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 3ഉം ശരിയാണ്. 1, 2, 3ഉം ശരിയാണ്. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശന ബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണിത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഭൂവിനിയോഗം, ധാതു സമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ്. വിദൂര സംവേദനം സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ്: ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശന ബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണിത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഭൂവിനിയോഗം, ധാതു സമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1ഉം 2ഉം 3ഉം ശരിയാണ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിനും കാമ്പിനും ഇടയിലാണ് മാന്റിൽ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ട് നിർമ്മിതമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകളാണ്: ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിനും കാമ്പിനും ഇടയിലായി മാന്റിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ചതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ISROയുടെ നൈസർ ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രം. ഇത് നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ് നൈസർ. ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ISROയുടെ നൈസർ ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഇത് നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ് നൈസർ. ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ മുണ്ടെക്സിൻ അലുവാലിയ. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാനാണ് മുണ്ടെക്സിൻ അലുവാലിയ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമുദ്രത്തിന്റെ പ്രത്യേകത. 1ഉം 2ഉം ശരി. ഇന്ത്യയുടെ ദാനിപ്പൂർ എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം ഉത്തര മഹാസമുദ്രമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമുദ്രത്തിന്റെ പ്രത്യേകതകൾ. ഇന്ത്യയുടെ ദാനിപ്പൂർ എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം ഉത്തര മഹാസമുദ്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. സാധാരണയായി ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതുതരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? പ്രചലിത നിക്ഷേപം. സാധാരണയായി ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതുതരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? പ്രചലിത നിക്ഷേപം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ. 1ഉം 2ഉം 3ഉം ശരിയാണ്. പ്രൈമറി, സെക്കൻഡറി മേഖലകളുടെ വികസനം കൂടുന്നതിനനുസരിച്ച് സേവനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നു. വരുമാന നിലവാരം
കൂടുന്നതിനനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. ICT പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങളാണ് പ്രൈമറി സെക്കൻഡറി മേഖലകളുടെ വികസനം കൂടുന്നതിനനുസരിച്ച് സേവനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു. വരുമാന നിലവാരം കൂടുന്നതിനനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. ICT പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ: ബെൻ എസ് ബാർനാക്ക്, ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് ഡിക്വിക്. 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കളാണ് ബെൻ എസ് ബർനാക്ക്, ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് ഡിക്വിക്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: 1ഉം 3ഉം ശരി. 2014 ഭാരത സർക്കാർ തുടങ്ങിയ ഒരു സംരംഭമാണ് മേക്ക് ഇൻ ഇന്ത്യ. ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: 2014 ഭാരത സർക്കാർ തുടങ്ങിയ ഒരു സംരംഭമാണ് മേക്ക് ഇൻ ഇന്ത്യ. ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. 2025 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ബിൽ പരിഗണിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി JPCയുടെ ചെയർമാൻ ആര്? ജഗദാംബിക പാൽ. 2025 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ പരിഗണിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി JPCയുടെ ചെയർമാൻ ആര്? ജഗദാംബിക പാൽ. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? 106 ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏത്? എല്ലാം ശരിയാണ്. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങളാണ് ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് എഴുതുക. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. അവ ലംഘിക്കപ്പെട്ടാൽ പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇതൊരു തെറ്റായ പ്രസ്താവനയാണ്. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ താഴെ പറയുന്നവയാണ്. നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. നിർദ്ദേശക തത്വങ്ങൾ സാമ്പത്തിക സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകുന്നു. നിർദ്ദേശക തത്വങ്ങളുമായി ശരിയായ പ്രസ്താവനകളാണ് താഴെ പറയുന്നത്. ശരിയായ പ്രസ്താവന: നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. നിർദ്ദേശക തത്വങ്ങൾ സാമ്പത്തിക സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകുന്നു. താഴെ കൊടുത്തിട്ടുള്ള പട്ടിക പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരി. യൂണിയൻ ലിസ്റ്റിൽ വരുന്നവയാണ് പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, ആദായ നികുതി. യൂണിയൻ ലിസ്റ്റിൽ വരുന്ന പ്രധാനവയാണ് പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, ആദായ നികുതി. സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ടവയാണ് മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ജയിൽ. സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ടവയാണ് മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ജയിൽ. കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ടവയാണ് വിദ്യാഭ്യാസം, വനങ്ങൾ, വിവാഹവും വിവാഹമോചനവും, മായം ചേർക്കൽ. കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ടവയാണ് വിദ്യാഭ്യാസം, വനങ്ങൾ, വിവാഹവും വിവാഹമോചനവും, മായം ചേർക്കൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ച മൗലികാവകാശം എന്ത്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം.
ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലികാവകാശം എന്ത്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 2ഉം 4ഉം ശരി. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ശരിയായ പ്രസ്താവനകളാണ്: ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. 1949 നവംബർ 26-ന് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചു. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിലെത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? അനന്യം പദ്ധതി. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിലെത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അനന്യം പദ്ധതി. കേരളത്തിൽ GSDP-യിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏത്? തൃതീയ മേഖല. കേരളത്തിലേക്ക് GSDP-യിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല. തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 2, 3, 4 ശരി. ഉപരിതല ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്: ഉപരിതല ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷിമന്ത്രി, ചീഫ് സെക്രട്ടറി. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷിമന്ത്രി, ചീഫ് സെക്രട്ടറി.